എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 90 ശ്ലോകം 21 മുതൽ 25 വരെ 5 ശ്ലോകങ്ങൾ ഒന്ന് നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിമാരുടെ ആ വിരഹ ഗീതങ്ങൾ അതിമനോഹരമായ ശ്ലോകങ്ങളിലൂടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 21. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയരാവപദാനി ഭാഷസേ മൃതസഞ്ജീവികയാനയാ ഗിരാ നരവാണി കിമദ്യതേ പ്രിയം വദമേ വൽക്കിതകണ്ഠകോകില. രാത്രിയുടെ അവസാന യാമത്തില് അങ്ങനെ പൂജനം ചെയ്യുന്ന കുയിലിനോട് വ്യാജസ്തുതി രൂപേണ പറയാണ് അവര്. ഹേ മനോഹര സ്വരത്തോടുകൂടിയ കുയിലെ, നീ ഞങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വിധം സംസാരിക്കുന്ന ആ ശ്രീകൃഷ്ണനെ പോലെ അതിമനോഹരമായിട്ട് സംസാരിക്കണു. പഞ്ചമസ്വരത്തിലുള്ള നിന്റെ ഈ ഗാനം അദ്ദേഹം പഠിപ്പിച്ചു തന്നെയാണോ? നിന്റെ ഈ സ്വരമാധുര്യം കേട്ടപ്പോ ശ്രീകൃഷ്ണന്റെ വാക്കുകളാണെന്ന് വിചാരിച്ചത് കൊണ്ടേ മരിക്കാൻ പോവായിരുന്നു ഞങ്ങള്. അങ്ങനെ മരിക്കാൻ തക്ക നിലയിൽ എത്തിയിരിക്കുന്ന ഞങ്ങളെ നീ ഈ പ്രിയ വാക്കുകളെ കൊണ്ട് നിന്റെ ഈ പൂജനം കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ജീവൻ വന്നത്. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ എന്തൊരു ഉപകാരം ചെയ്യേണ്ടത് നീ തന്നെ പറഞ്ഞു എന്നൊരർത്ഥം. പിന്നെ ശ്രീകൃഷ്ണ വിരഹ ദുഃഖം സഹിക്കവയ്യാതെ മരിക്കാൻ തക്ക സ്ഥിതിയിലിരിക്കുന്ന ഞങ്ങളുടെ അരികെ വന്ന് പൂജനം ചെയ്യുന്ന നിന്റെ സ്വരം അദ്ദേഹത്തിന്റെ സ്വരത്തിന് സദൃശമായിരിക്കെ ഞങ്ങളെ മരിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിരോധിക്കുകയാണ്. അതുകൊണ്ട് എന്തായെന്നറിയോ? നീ കാരണം ഇനിയും അധികം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു ഞങ്ങള്. അതുകൊണ്ടേ നിന്റെ ഈ കുറ്റത്തിന് തക്കതായിട്ടുള്ള എന്തൊരു ശിക്ഷയാണ് ഞങ്ങൾ നിനക്ക് തരേണ്ടത്? വേഗം പറഞ്ഞു. നലസി നവദസ്യുദാരബുദ്ധേ ക്ഷിതിധര ചിന്തയസേ മഹാന്തമർത്ഥം അപിബദ വസുദേവ നന്ദനാഘ്രിം ഭയമിവ കാമയസേ തനൈർവിധർത്തും. സകല ജന്തുക്കളും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിശബ്ദമായിട്ടും സ്ഥിരമായിട്ടും ഇരിക്കുന്ന ആ രൈവതകം എന്ന പർവ്വതത്തിനെ നോക്കിയിട്ട് പറയാണ് അവര്. ഹേ ഉത്കൃഷ്ടമായ ബുദ്ധിയോടുകൂടിയ പർവ്വതമേ, നീ ഒന്നും മിണ്ടണില്ല, ഇളകണുമില്ല. നീ മഹാപുരുഷാർത്ഥത്തെ ചിന്തിക്കുകയാണോ? അതോ നീ ഞങ്ങളെ പോലെ തന്നെ പരമപുരുഷാർത്ഥത്തെ നൽകുന്ന പുരുഷോത്തമനായ ശ്രീകൃഷ്ണന്റെ പാദത്തെ നിന്റെ കൊടുമുടികളാകുന്ന സ്ഥലങ്ങൾ കൊണ്ട് ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓ കഷ്ടം, നീയും ഞങ്ങളെ പോലെ ദുഃഖിക്കുന്നവളാണല്ലോ, ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു. ശുഷ്യർദ്രഥാകർഷിതാബധ സിന്ധുപത്ന്യ സംപ്രത്യുപാസ്തകമലശ്രിയൈഷ്ടഭർത്തു യത്വദ്വയം മധുപദേ പ്രണയാവലോകം അപ്രാപ്യമുഷ്ടഹൃദയാ ഒരു കർഷിതാസ്മ. ഉഷ്ണകാലത്തില് ആ വേനൽക്കാലത്ത് ഇങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ ഉണങ്ങിയ മട്ടിൽ കിടക്കുന്ന നദികളെ ദൂരെ നിന്ന് നോക്കിയിട്ട് ആ കൃഷ്ണപത്നിമാര് അന്യോന്യം പറയുകയാണ്. ഹേ സഖികളെ, സമുദ്രപത്നികളായ ഈ നദികളെ നോക്കൂ. ഈ വേനൽക്കാലത്തിലെ ഇവരുടെ ഇഷ്ടഭർത്താവായ സമുദ്രം മേഘദ്വാര ഇവരെ കടാക്ഷിക്കാത്ത കാരണം കൊണ്ട് കഷ്ടം തന്നെ കേട്ടോ. ഇവര് നന്നേ കൃശാങ്കികളായിരിക്കുന്നു. ഇവരുടെ ഹൃദയസ്ഥാനങ്ങളായിരിക്കുന്ന ഹൃദങ്ങള് തീരെ ശുഷ്കിച്ചിരിക്കുന്നു. മുഖസ്ഥാനീയങ്ങളായ താമരപ്പൂക്കളുടെ ശോഭ കാണാൻ തന്നെ ഇല്ല. ഭർത്തൃലാളന അനുഭവിക്കാത്ത സ്ത്രീകളുടെ എല്ലാ അവസ്ഥ നമ്മളുടെ അവസ്ഥ തന്നെയാണ് അല്ലേ സഖികളെ? നമ്മളുടെ പ്രിയഭർത്താവായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ പ്രണയപൂർവമായ കടാക്ഷം ചിന്തിക്കാത്തത് കൊണ്ട് നമ്മളുടെ ഹൃദയം ഈ ശരീരങ്ങളിൽ ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രത്തോളം ചാട്ടച്ച് കൃശാങ്കികളായിരിക്കുന്നത്. നോക്കൂ സഖികളെ, ഈ നദികളും നമ്മളെ പോലെ തന്നെ ഇരിക്കണം. ഹംസ ഹംസ സ്വാഗതമാസ്യതാം പിബവയോ ബ്രൂഹ്യംഗ ശൗരേ കഥാം ദൂതം ത്വാ
യാം നു വിദാമകച്ചിദജിത സ്വസ്ത്യാസ്തൗക്തം പുരാ കിം വാ നശ്ചല സൗഹൃദ സ്മരതി തം കസ്മാത് ഭജാമോ വയം ക്ഷൗദ്രാലാപയ കാമദം ശ്രിയമൃതേ സൈവൈകനിഷ്ഠാ സ്ത്രീയാം. പ്രാതകാലത്തില് ആ പ്രഭാത സമയത്ത് യാദൃച്ഛികമായിട്ട് സമീപത്തിൽ വന്ന ആ ഹംസപക്ഷിയെ ശ്രീകൃഷ്ണൻ അയച്ച ദൂതനാണെന്ന് കൽപ്പിച്ചിട്ട് സ്ത്രീകള് ഹംസത്തോട് പറയാണ്, ഹേ ഹംസമേ സ്വാഗതം, നിനക്ക് സ്വാഗതം, ഇരിക്കൂ. ഹേ അംഗ. ശ്രീകൃഷ്ണ വർത്തമാനമൊക്കെ എന്തൊക്കെയാ ശ്രീകൃഷ്ണന്റെ വർത്തമാനങ്ങൾ പറയൂ. അദ്ദേഹം പറഞ്ഞയച്ചിട്ടാണോ നീ വന്നത്? അദ്ദേഹം പറഞ്ഞയച്ച ദൂതനാണ് നീ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ും കീഴടങ്ങാത്ത സ്വതന്ത്രനായി സഞ്ചരിക്കുന്ന ശ്രീകൃഷ്ണന് സുഖം തന്നെയല്ലേ? സ്നേഹത്തിന് ഉറപ്പില്ലാത്ത അദ്ദേഹം ഞങ്ങളോട് ഏകാന്തത്തിൽ പറഞ്ഞ സംഗതികള് അദ്ദേഹം ഓർക്കണുണ്ടോ? ഒരു സ്നേഹവും ഇല്ലാത്ത അദ്ദേഹത്തെ ഞങ്ങൾ എന്തിനായിട്ട് ഇങ്ങനെ ഭജിക്കണം? ഹേ ക്ഷുദ്രനായ അദ്ദേഹത്തിന്റെ ദൂത, അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെന്നാണോ നീ പറയണത്? എന്നാൽ ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന അദ്ദേഹത്തെ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരൂ. ഞങ്ങളെല്ലാം വഞ്ചിച്ച് അവനോടുകൂടി ഒരുമിച്ചിരിക്കുന്ന ശ്രീദേവിയെ ഒരുമിച്ച് കൂട്ടണ്ട കേട്ടോ, അദ്ദേഹത്തിനെ തന്നെ വിളിച്ചു കൊണ്ടുവന്നാൽ മതി. അവളെ ഉപേക്ഷിക്കാൻ പ്രയാസമാണെന്നാണോ നീ പറയണത്? എന്താ പ്രയാസം? ഞങ്ങളെപ്പോലെ ഏകനിഷ്ഠയുള്ള അനേകം സ്ത്രീകളിൽ വെച്ച് അവൾ ഒരുത്തി മാത്രമാണോ അവന് സ്നേഹത്തോടെ എപ്പോഴും ഒരുമിച്ചിരിക്കാൻ യോഗ്യയായവള്? ഒന്ന് ചോദിക്കാണ്. ഇതീദൃശേന ഭാവേന കൃഷ്ണേ യോഗേശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ലേപിരേ പരമാം ഗതി. പ്രകാരം പരമപ്രേമം ശ്രീകൃഷ്ണനിൽ വഹിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീകളുടെ മഹാത്മ്യത്തെ പറ്റി പറയാണ്. യോഗഫലങ്ങളെ ദാനം ചെയ്യുന്ന ഈശ്വരന്മാരായ ബ്രഹ്മാദിദേവന്മാരുടെയും നിയന്താവായ ശ്രീകൃഷ്ണനിൽ ഇത്ര മാത്രം മനോബന്ധം സിദ്ധിച്ചിരിക്കുന്ന ആ മാധവ പത്നിമാരായ ആ സ്ത്രീകള് പരമഗതി പ്രാപിച്ചു. അവർക്ക് പരമഗതി അല്ലാതെ എന്താണ്ടാവുക അല്ലെ? ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.